ഹലോ ഗൈസ്, നമുക്കിന്ന് കുറച്ച് കഥയൊക്കെ പറഞ്ഞു വരുക അല്ലേ. ഒരുപാട് മേക്കപ്പ് പ്രൊഡക്ട്സ് മുഖത്ത് വാരി വലിച്ച് തേച്ച് പൊക്കൊണ്ടിരുന്ന ആളാണ്. അങ്ങനെ ഇരിക്കെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾ എന്നോട് പറഞ്ഞു, ഈ കുന്തമൊന്നും വാരി വലിച്ച് തേച്ചിട്ട് ഒരു കാര്യമില്ല, നാച്ചുറലായിട്ട് നടക്കുന്നതാണ് എനിക്ക് ഭംഗിയെന്ന്. ആൾ പറഞ്ഞൊന്നും അന്ന് ഞാൻ വകവെച്ചില്ല. ഞാൻ ഈ വീക്ക്ലി മന്ത്ലി ഒക്കെ ട്രാവൽ ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് ഏറ്റവും കഷ്ടപ്പാട് എൻ്റെ ഈ പെട്ടിയും പ്രമാണവുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതായിരുന്നു. എൻ്റെ ബാഗിലെ പകുതി വെയിറ്റും ഞാൻ ഈ വാരി വലിച്ച് തേച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾക്കായിരുന്നു. എനിക്ക് എൻ്റെ ജോലി കിട്ടിയ പിന്നെ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഞാൻ മേടിച്ചു കൂട്ടും. അങ്ങനെ മേടിച്ചു വെക്കുമ്പോൾ എനിക്ക് വർക്കൗട്ട് ആവുന്നതും ആവാത്തതുമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ എൻ്റെ ചേച്ചിക്ക് കൊടുക്കും. കഴിഞ്ഞ 3 വർഷമായിട്ട് ഇതായിരുന്നു പതിവ്. പക്ഷേ ഇത്തവണ ആ പതിവ് തെറ്റിച്ചു. ഇത്തവണ ചേച്ചി വന്നപ്പോൾ ചേച്ചി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സൺസ്ക്രീൻ ഞാൻ അങ്ങ് അടിച്ചു മാറ്റി. അത് ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ ലിപ്സ്റ്റിക് ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും ഞാൻ അങ്ങ് ഉപേക്ഷിച്ചു എന്ന് തന്നെ പറയാം. ആദ്യമൊക്കെ ഞാനിത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ കാണുമ്പോൾ സ്ക്രോൾ ചെയ്ത് വിടും, എന്നിട്ട് വില കൂടി ഏതെങ്കിലും ഒന്ന് മേടിക്കും. ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത് വില കൂടുന്തോറും അതിന്റെ എഫക്റ്റും കൂടുന്നു. പക്ഷെ ഞാൻ വിശ്വസിച്ചൊക്കെ വെറുതെ ആയിരുന്നു. സത്യം പറയാലോ, ഞാൻ ആ സൺസ്ക്രീനിന്റെ അകത്ത് സ്റ്റക്കായി നിൽക്കുക. ഇനി ആ ബ്രാൻഡുകാർ ആ പ്രൊഡക്റ്റ് നിർത്തലാക്കുന്നത് വരെ അത് ഉപയോഗിക്കാനുള്ള പ്ലാനിലാണ് ഞാൻ. അന്ന് എന്നോട് മേക്കപ്പ് ചേരില്ല എന്ന് പറഞ്ഞ വ്യക്തി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്ക്. അന്നേ അതങ്ങ് സമ്മതിച്ചു കൊടുത്താൽ മതിയായിരുന്നു. മാത്രമല്ല, എല്ലാം നടക്കേണ്ട സമയത്ത് നടക്കും എന്നാണല്ലോ. അങ്ങനെ ഞാൻ റെഡിയായി കഴിഞ്ഞു. എൻ്റെ കഥയും തീർന്നു. അടുത്ത കഥ അടുത്ത വീഡിയോ പറയാം. ടാറ്റാ.